ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയെടുത്തിരിക്കുകയാണ്. 4 വിക്കറ്റിനാണ് ഇന്ത്യ വിജയം നേടിയത്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന വിജയമാണിത്. ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഇന്ത്യയുടെ ഏകദിനത്തിന്റെ പ്രകടനം അല്പം മോശമാണ്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരെ ജയിച്ചു തുടങ്ങിയത് ഗംഭീറിനും ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ മത്സരത്തിലെ ജയത്തോടെ ഇന്ത്യയുടെ ചില ആശങ്കകൾക്ക് പരിഹാരമായിട്ടുണ്ട്. എന്നാലും ചില പ്രശ്നങ്ങൾ ഇന്ത്യയെ വേട്ടയാടുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ റൺ മെഷീനായിരുന്ന താരമാണ് രോഹിത് ശർമ്മ. തുടക്കം മുതൽ കടന്നാക്രമിക്കുന്ന രോഹിതിനെ ഹിറ്റ്മാൻ എന്ന് വിളിച്ചിരുന്ന ആരാധകർക്കിപ്പോൾ ഫ്ലോപ്പ്മാൻ എന്ന് വിളിക്കേണ്ട ഗതികേടായിരിക്കുകയാണ്. ഏകദിനത്തിൽ രോഹിത് ഫോം വീണ്ടെടുക്കുമെന്നാണ് കരുതിയെങ്കിലും താരത്തിന് തിളങ്ങാൻ സാധിക്കാതെ പോവുകയായിരുന്നു. അവസാന 10 ഇന്നിംഗ്സിലെ രോഹിത്തിന്റെ സ്കോർ വെറും 20 റൺസാണ്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ഏകദിനത്തിൽ നിരാശപ്പെടുത്തുകയായിരുന്നു രോഹിത്. കേവലം 2 റൺസിന് താരം പുറത്തായി. 7 പന്തുകൾ നേരിട്ട രോഹിത് സാക്കിബ് മെഹ്മൂദിന്റെ പന്ത് ഫ്ലിപ്പ് ചെയ്യാനുള്ള ശ്രമത്തിൽ എഡ്ജായ പന്തിൽ മിഡോഡിൽ ലിവിങ്സ്റ്റന്റെ കൈകളിലേക്ക്. ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലും പിന്നീട് രഞ്ജി ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി കളിച്ചപ്പോഴും രോഹിത് നിരാശപ്പെടുത്തിയിരുന്നു. അതേ മോശം പ്രകടനം ഇംഗ്ലണ്ടിനെതിരെയും ആവർത്തിക്കപ്പെടുന്നു. തുടർച്ചയായി നിരാശപ്പെടുത്തിയതോടെ ഇന്ത്യൻ നായകനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആരാധക കൂട്ടം. ഇനിയും കടിച്ചു തൂങ്ങി നിൽക്കരുതെന്നാണ് ആരാധകർക്ക് പറയാനുള്ളത്. ബാറ്റിംഗിൽ ആത്മവിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് രോഹിത് കാണപ്പെടുന്നത്. ഏത് ബോളുകൾ കളിക്കണമെന്ന് പോലും അറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലാണ് രോഹിത് എന്ന് ശരീരഭാഷയിൽ നിന്നും വ്യക്തവുമാണ്. ഇനി വരാനിരിക്കുന്ന IPL മത്സരത്തിലെ മുംബൈ ഇന്ത്യൻസിന്റെ കുപ്പായത്തിലും രോഹിത്തിൽ വലിയ പ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തേണ്ടതില്ല എന്നും ആരാധകർ പറയുന്നു. IPLൽ ഏറ്റവും അധികം മത്സരങ്ങളിൽ ഡെക്കായി മടങ്ങിയ താരമെന്ന നിലയിൽ ലിസ്റ്റിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ് രോഹിത്. ഓവറോൾ T20 കരിയർ എടുത്താൽ 30 മത്സരങ്ങളിലാണ് ഹിറ്റ്മാൻ അക്കൗണ്ട് തുറക്കാനാവാതെ പുറത്തായിട്ടുള്ളത്. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഒറ്റയക്ക സ്കോറിന് പുറത്തായ താരങ്ങളെടുത്ത് അവിടെയും രോഹിത്തിന് 2ാം സ്ഥാനമുണ്ട്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിന് ഒരു 264 റൺസിന്റെ കഥ പറയാനുണ്ട്. ലങ്കൻ ബൌളർമാരെ തച്ചുടച്ച് ഹിറ്റ്മാൻ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയ ദിവസം. 20 വയസ്സുള്ളപ്പോൾ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച താരമാണ് രോഹിത്. പിന്നീട് 17 വർഷത്തിനടുത്ത് നീണ്ടു നിൽക്കുന്ന കരിയർ. ഇതിൽ ആദ്യ 6 വർഷങ്ങളിൽ ടീമിൽ വന്നും പോയും കൊണ്ടിരുന്ന രോഹിത് 2013 മുതൽ ടീമിന്റെ അവിഭാജ്യ ഘടകവുമാണ്. ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പുതിയ ഏകദിന ക്യാപ്റ്റൻ ഉണ്ടാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോട് വിരമിക്കൽ ഉൾപ്പെടെയുള്ള ഭാവി പദ്ധതികൾ അറിയിക്കാൻ BCCI ആവശ്യപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ ഫോം കണ്ടെത്താൻ വിഷമിക്കുന്ന രോഹിതിന്റെ കരിയറിലെ നിർണായക ടൂർണമെന്റാണ് വരുന്ന ചാമ്പ്യൻസ് ട്രോഫി എന്ന് വ്യക്തം. ഇന്ത്യൻ ടീം മാനേജ്മെന്റിനും BCCIക്കും ആരാധകർക്കുമല്ല വലിയ ആശങ്കയുണ്ടാക്കുന്ന പ്രകടനമാണ് രോഹിത് കാഴ്ചവെക്കുന്നത്. ഇതേ ഫോമിൽ രോഹിതിന് എത്ര നാൾ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നത് അർത്ഥവത്തായ ചോദ്യവുമാണ്. ഇതേ ഫോമിലുള്ള രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങിയാൽ ഇന്ത്യക്ക് എത്രത്തോളം കിരീട സാധ്യതയുണ്ടെന്നത് കണ്ടറിയേണ്ടതും. എന്തായാലും നിലവിലെ രോഹിത്തിന്റെ ഫോം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ്. പക്ഷെ എല്ലാ വിമർശനങ്ങളെയും കാറ്റിൽ പറത്താൻ ഒരു കളിയുടെ കയ്യകലം മാത്രം രോഹിത് ശർമ്മയ്ക്ക് മുന്നിൽ. അത് അയാൾ പലവട്ടം തെളിയിച്ചതുമാണ്.